Hello, good morning. Good morning. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning. Good morning. So let's start. എല്ലാവരും സുഖായിരിക്കുന്നോ? മഴയൊക്കെ ഉണ്ടല്ലേ നന്നായിട്ട്? Yes. Happy to hear that you are all doing well. സുഖായിട്ടിരിക്കുക എല്ലാവരും. Okay, let's start. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടേക്കാ പഠിച്ചു നിർത്തിയത്? Solicit feedback on both sides വരെ. Yes. Feedback. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ആയിരുന്നു. ആ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രോസസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാനിങ് ആയിരുന്നു. പ്ലാനിങ് അബൌട്ട് ദ മാനേജ്മെന്റ് പ്രോസസ്, അതായത് മാനേജ്മെന്റ് എങ്ങനെ നമ്മൾ ചെയ്യണം. ഏത് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ആ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാനിങ്ങോട് കൂടിയാണ്. സോ നമ്മുടെ ലോങ് ടേം ഷോർട്ട് ടേം എല്ലാം ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യാം. അതിനെ കുറിച്ചിട്ട് എങ്ങനെയൊക്കെ നമുക്ക് സച്ച് ഗോൾസ്, ഇതൊക്കെയാണ് നമുക്ക് പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ അത് ആ പ്ലാനിങ് ഷുഡ് ബി ഇൻ ദ ഫോർമാറ്റ് ഓഫ് സ്മാർട്ട് ഫോർമാറ്റിലായിരിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. സോ സ്മാർട്ട് എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ ആ എന്താ പറയാ ലെറ്റേഴ്സ് ഒക്കെ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്, അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കോച്ചിങ് ആണ്. ദാറ്റ് മീൻസ് ദ ട്രെയിനിങ് ടു ബി പ്രൊവൈഡഡ് ടു അച്ചീവ് ദ സെറ്റ് ഗോൾസ്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള കോച്ചിങ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആഫ്റ്റർ പ്ലാനിങ് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാം. കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ളത് മീൻസ് ഫോർ പ്രൊവൈഡിങ് ട്രെയിനിങ്. അപ്പൊ ചിലപ്പോ ഒരു റെഗുലർ ബേസിസിൽ നമുക്ക് ട്രെയിനിങ് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ബിക്കോസ് എന്താ പറയാ അതിന് വേണ്ടിയിട്ട് ആ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും അതിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനൊക്കെ മന്ത്ലി മീറ്റിംഗ് ഒക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതല്ല മന്ത്ലി പറ്റിയില്ലെങ്കിലും ക്വാർട്ടർലി എങ്കിലും, ദാറ്റ് മീൻസ് വൺസ് ഇൻ 3 months അല്ലെ, 3 months കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് അത് ചെയ്ത് എന്താ പറയാ പ്രൊവൈഡ് ചെയ്യേണ്ട കോച്ചിങ് എങ്ങനെയൊക്കെയാണ്, കോച്ചിങ് നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ മേഖലകളിലാണ് ഇറ്റ്സ് നെസസറി, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തീരുമാനിക്കുന്നതൊക്കെയാണ് നമ്മൾ പറഞ്ഞു തീർത്തത് അല്ലെ. സോളിസിറ്റ് ഫീഡ്ബാക്ക് ഓൺ ബോത്ത് സൈഡ്സ്, അതായത് മാനേജ്മെന്റ് ഷുഡ് ബി കേപ്പബിൾ, അതായത് നമ്മുടെ മാനേജ്മെന്റിന് എന്താ പറയാ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക മാത്രമല്ല, ദേ ഹാവ് ടു ഓൾസോ റിസീവ് ദ ഫീഡ്ബാക്ക്. നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുക മാത്രമല്ല, ഇങ്ങോട്ടേക്കും അവരിൽ നിന്ന് പല കാര്യങ്ങളും എംപ്ലോയീസിൽ നിന്ന് നമുക്ക് അറിയാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു എബിലിറ്റി മാനേജ്മെന്റിന് ഉണ്ടായിരിക്കണം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് from both sides, employees and also the management side. രണ്ട് സൈഡിൽ നിന്നും ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. Then after feedback, നമ്മൾ collecting the feedback from both sides, രണ്ട് സൈഡിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ഗിവ് ആൻഡ് ടേക്ക് പോലെയാണ്, അങ്ങോട്ട് കൊടുക്കുകയും അതുപോലെ ഇങ്ങോട്ട്. ഇപ്പൊ നിങ്ങൾ എംപ്ലോയീസിനെ എന്താ പറയാ അവരോരോ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തു, അതിനുശേഷം അവർ എന്ത് ചെയ്തു, കോച്ചിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് അതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളോ സജഷൻസോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ദേ ഹാവ് ടു റിസീവ് ദ ഫീഡ്ബാക്ക് ഫ്രം ദ എംപ്ലോയീസിന്റെ ഫീഡ്ബാക്ക് ഒക്കെ വാങ്ങിക്കുക. Then revisit. അതിനുശേഷം the next procedure is to കോച്ചിങ് വരുന്ന അടുത്ത procedure ആണ് revisit objectives as necessary. The management should also revisit ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, വീണ്ടും സന്ദർശിക്കാന്നാണ്. വെച്ചാൽ നമ്മൾ ഓൾറെഡി വി ഹാവ് മെയ്ഡ് എ ഗോൾ, സെറ്റ് എ ഗോൾ. ഏതെങ്കിലും തരത്തിലുള്ള ഗോൾസ് ഏത് ഓർഗനൈസേഷനും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദർ മേ ബി എ ലോട്ട് ഓഫ് ഒബ്ജക്റ്റീവ്സ്.
എന്തെങ്കിലും ഒരുപാട് നേട്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഓർഗനൈസേഷൻസിൽ ഉണ്ടാകാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ അവര് എന്താ പറയാ ഇങ്ങനെ മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാകാം. ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഇഫ് നെസസറി സം കറക്ഷൻസ് ഹാവ് ടു ബി മെയ്ഡ്. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ചിലതൊക്കെ നമ്മൾ നേടിക്കഴിഞ്ഞു. സോ വി ഹാവ് അച്ചീവ്ഡ് ദാറ്റ് ഗോൾ. ചില ഒബ്ജക്റ്റീവ്സ് ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ളതാണ്. നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് ആർ വർക്കിംഗ് ടുഗദർ. രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ പ്രവർത്തനത്തിൽ ദേ മേ ഹാവ് അച്ചീവ്ഡ് സം ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ പോകെ കുറെ ഒബ്ജക്റ്റീവ്സ് അവർ ലക്ഷ്യങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കും. ആ നേടിയിട്ടുള്ളതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മൾ ഇതിൽ നേടി, ഇനി ബാക്കി ഏതാണ്? അപ്പൊ അങ്ങനെ പിന്നെ ഏതെങ്കിലും ഒബ്ജക്റ്റീവ്സ് നമ്മൾ നേടി അവിടേക്ക് എത്തിയിട്ടില്ല, അച്ചീവ് ചെയ്തിട്ടില്ല. സോ വൺ ഹാവ് ബി കറക്റ്റഡ്. അവിടെ എന്ത് കറക്ഷൻസ് വരുത്തണം? ഓൾ ദീസ് തിങ്സ് ആർ ഡൺ ഹിയർ. അതൊക്കെ റീവിസിറ്റ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുത്തണം, അങ്ങനെയൊക്കെ. സോ ഫോർ ഓൾസോ ഇറ്റ് ഈസ് നെസസറി ഫോർ ദ കരിയർ ഡെവലപ്മെന്റ് ആൻഡ് ഓൾസോ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ടു ദ എംപ്ലോയീസ്. ഇങ്ങനെയുള്ള ഗോളുകൾ നമ്മൾ റീവിസിറ്റ് ചെയ്ത് അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ അത് ഒരു തരം ഇംപ്രൂവ്മെന്റ് ആണ്, കരിയർ ഡെവലപ്മെന്റ് ആണ് ആരുടെ? എംപ്ലോയീസിന്റെ. മാത്രമല്ല ദേ ആർ ഗെറ്റിംഗ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. കൂടുതൽ അവസരങ്ങൾ നമ്മളെ തന്നെ നമുക്ക് തന്നെ ഡെവലപ്പ് ആകാനുള്ള അവസരങ്ങളൂടിയാണ് അവിടെ അന്നേരം പ്രൊവൈഡ് ചെയ്യുക. വന്ന സമയത്ത് എംപ്ലോയി ഏത് കഴിവും അറിവും ഒക്കെ ഉള്ള ആളാണോ, സ്റ്റിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെയാണെങ്കിൽ there is no improvement in their career എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അവരുടെ കരിയർ ഡെവലപ്പ് ആയിട്ടില്ല, അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അവർക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ വരാൻ പാടില്ല. സോ അതിനാണ് ഈ ഒബ്ജക്റ്റീവ്സ് നമ്മൾ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് ഒന്നുകൂടി റിവിസിറ്റ് ചെയ്ത് പ്രോപ്പർ കറക്ഷൻസ് ഹാവ് ടു ബി മെയ്ഡ് ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ദ കരിയർ ഡെവലപ്മെന്റ് ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് ഓൾസോ ദേ ക്യാൻ ഇംപ്രൂവ് ദ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദ എംപ്ലോയ്മെന്റ്. ക്ലിയർ ആയോ? സോ ഇറ്റ് ഈസ് ദ പർപ്പസ്. അതാണ് ഈ റീവിസിറ്റിന്റെ പർപ്പസ്. അത് തന്നെയാണ്, ലക്ഷ്യം അതാണ്. അങ്ങനെ കുറെ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുപോകുക. സോ ഓവറോൾ പെർഫോമൻസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. അങ്ങനെ റീവിസിറ്റ് ചെയ്ത് ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ വീണ്ടും റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അതാണ്. ആൻഡ് ഓൾസോ ഇഫ് there is some improvement in the performance of the employees, they can be rewarded. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പെർഫോമൻസ് എംപ്ലോയീസിൽ നിന്ന് കിട്ടി, അല്ല അവർ നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച പെർഫോമൻസിൽ നിന്നും കുറച്ചുകൂടി ഹൈ ലെവൽ പെർഫോമൻസ് ആണ് അവര് കാഴ്ചവെച്ചത് ഓർഗനൈസേഷനിൽ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? റിവാർഡ്. പറ്റുന്ന ചില ചെറുതോ വലുതോ ആയിട്ടുള്ള ചില റിവാർഡുകൾ പ്രോത്സാഹനമാണ്, അല്ലെ, എൻകറേജ്മെന്റ് ആണ്. അതായത് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യാൻ, മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്, ഒരു ടൂൾ ആണ് ഇത്തരം റിവാർഡുകൾ. സോ ആഫ്റ്റർ റീവിസിറ്റിംഗ് ഓൺലി ദേ ക്യാൻ ഡിസൈഡ് വെദർ ദ എംപ്ലോയീസ് ഹാവ് ടു ബി റിവാർഡഡ് ഓർ നോട്ട്. അപ്പൊ ഈ പെർഫോമൻസ് ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തണമെങ്കിൽ നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ്സ് റീവിസിറ്റ് ചെയ്യണം. എന്നിട്ട് അതനുസരിച്ച് വീണ്ടും കുറച്ചുകൂടി എന്ത് ചെയ്തു? നമ്മളൊന്ന് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമ്മുടെ ഒബ്ജക്റ്റീവിനെ, നമ്മളൊന്ന് പുനഃസ്ഥാപിച്ചു. ഇതല്ല, ലക്ഷ്യത്തിൽ ചെറിയൊരു മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നു. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വീണ്ടും എംപ്ലോയീസ് എന്ത് ചെയ്യും? പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ആ പരിശ്രമമാണ് അവരുടെ കരിയർ ഡെവലപ്മെന്റ്, അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ. സോ അങ്ങനെ ഡെവലപ്പ് ആകുമ്പോൾ അവരുടെ പെർഫോമൻസിനനുസരിച്ച് അവർക്ക് വേണ്ട റിവാർഡുകൾ വരും. ഓക്കെ, ഓൾ ദീസ് തിങ്സ് എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഓൾ ദ പർപ്പസ്, എല്ലാത്തിന്റെയും പർപ്പസ് എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷന്റേതായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് പർപ്പസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തിയതായിരുന്നു. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റ് ആണ് റിവ്യൂയിങ്. റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി റിവ്യൂയിലും വരുന്ന സ്റ്റെപ്സ് ഉണ്ട്. റിവ്യൂയിങ് എംപ്ലോയി പെർഫോമൻസ് ഉണ്ട്. ഇനി റിവ്യൂയിങ് മാനേജ്മെന്റ് പ്രോസസ്, പെർഫോമൻസ് ഓഫ് ദ മാനേജ്മെന്റ് പെർഫോമൻസ് റിവ്യൂ ചെയ്യുന്നതുണ്ട്. റിവ്യൂയിങ് ഓവറോൾ ഗോൾ ഓഫ് ദ ഓർഗനൈസേഷന്റെ ആകെ മൊത്തത്തിലുള്ള പറഞ്ഞുതരാം കേട്ടോ, മൊത്തത്തിലുള്ള ഒരു ഗോള് അത് റിവ്യൂ ചെയ്യുന്നതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗിവ് ആക്ഷനബിൾ ഫീഡ്ബാക്ക്. അതിനെല്ലാം പുറമെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആക്ട് ചെയ്യാനുള്ള ഒരു ഫീഡ്ബാക്ക്, ആക്ഷനബിൾ, നമുക്ക് ആക്റ്റീവായിട്ട് എടുക്കേണ്ട ഫീഡ്ബാക്കുകൾ. ഇതെല്ലാമാണ് നമ്മളുടെ അടുത്ത പോയിന്റിൽ വരെ. അടുത്തത് ഏതാ? അപ്പൊ നമ്മൾ പ്ലാനിങ് പറഞ്ഞു, കോച്ചിങ് പറഞ്ഞു, അതിനുശേഷം മൂന്നാമത് പറയുന്നത് അടുത്ത പോയിന്റ് ആണ് റിവ്യൂ എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യാനുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഉണ്ട് കേട്ടോ.
അതിനകത്ത് എന്താ പറയാ രണ്ടാമത്തെ പാരഗ്രാഫിലാണ് ദിസ് സ്റ്റെപ്പ് എന്നുള്ളത് മാറ്റണം. റീവിസിറ്റ് കൺസിസ്റ്റ് ഓഫ് എന്നാക്കണം. ദിസ് സ്റ്റെപ്പിന് പകരം അവിടെ നമ്മൾ റീവിസിറ്റ് consist of reviewing the overall performance of the employee, how well the process itself worked, എത്രത്തോളം ഭംഗിയായി ആ പ്രോസസ്സ് നന്നായി പ്രവർത്തിച്ചു എന്നും അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് വിലയിരുത്താനും ആൻഡ് ഓൾസോ ഇൻക്ലൂഡ് ദ റിവാർഡ് വിച്ച് ഈസ് എക്സ്ട്രീംലി വൈറ്റൽ പാർട്ട് ഓഫ് ദ എൻറ്റയർ പ്രോസസ്. എല്ലാ പ്രോസസ്സുകളുടെയും പ്രക്രിയകളുടെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഇതിന് അവർക്ക് എന്തെങ്കിലും റിവാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാം. ദിസ് സ്റ്റെപ്പിന് പകരം റീവിസിറ്റ് ചേർത്ത് നമ്മൾ ഒന്ന് എഴുതി വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്തില്ല. ഓക്കെ, അപ്പൊ റിവ്യൂയിങ് അതിൽ ഫസ്റ്റ് വൺ ആണ് റിവ്യൂയിങ് എംപ്ലോയി പെർഫോമൻസ്. എംപ്ലോയീസിന്റെ പെർഫോമൻസ് റിവ്യൂ ചെയ്യുക. നമുക്കറിയാം ഈ പറയുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് അതൊരു പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സൈക്കിളാണ്. എന്ന് വെച്ചാൽ നമ്മള് എപ്പോഴെങ്കിലും എംപ്ലോയീസിനെ വൺസ് വി ഹാവ് എന്താ പറയാ നമ്മള് സ്ക്രൂട്ടിനൈസ്ഡ് ഓർ സൂപ്പർവൈസ് ദ എംപ്ലോയീസ് പെർഫോമൻസ്. ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡിങ് പ്രോസസ്. ഒരു പ്രാവശ്യം നമ്മൾ എംപ്ലോയീസ് എങ്ങനെ അവർ പ്രവർത്തിക്കുന്നു, അവർ ജോലിയൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്ന് വൺസ് ഇൻ എ ഇയർ ഒക്കെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് അല്ലെ. അത് നമ്മളിങ്ങനെ ഒരു ഒറ്റ പ്രാവശ്യം കൊണ്ട് പെർഫോമൻസ് ഒന്നും മാനേജ് ചെയ്യാനോ വിലയിരുത്താനോ ഒന്നും പറ്റില്ല. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഇയർലി ആണ് എങ്കിലും പെർഫോമൻസ് ഇയർലി അതിന്റെ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം നമുക്ക് മാനേജ്മെന്റ് എന്ത് ചെയ്യേണ്ടി വരും, എംപ്ലോയീസിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വിലയിരുത്തേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ആൻഡ് ദ എംപ്ലോയി ആ പറയുന്ന റിവ്യൂ അതിന്റെ അടിസ്ഥാനത്തിൽ വാട്ട് എവർ തിങ്സ് ദേ ആർ ഫൈൻഡിങ് എന്തൊക്കെയാണ് അവരിൽ നിന്ന് കണ്ടെത്തുക. അപ്പോ അതനുസരിച്ച് ആ ആളുകളെ എന്ത് ചെയ്യണം, അവരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തുകയാണ്. അപ്പൊ റിവ്യൂ എന്ന് പറയുന്നത് റിവ്യൂ ഓഫ് എംപ്ലോയി എന്ന് പറയുമ്പോൾ പെർഫോമൻസ് ഓഫ് ദ പർട്ടിക്കുലർ എംപ്ലോയി ആണ്. എംപ്ലോയിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തലാണ്. അതിൽ നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയും. ഇറ്റ് വിൽ ബി ഹെൽഡ് വൺസ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ ഒരിക്കലൊക്കെ ഇതുപോലെയുള്ള എംപ്ലോയീസിനെ കുറിച്ച് ഓരോ പർട്ടിക്കുലർ എംപ്ലോയീസിനെ കുറിച്ച് ഒരു ടൈം ഫ്രെയിമിൽ ഒരു ടൈം ഡ്യൂറേഷനിൽ എത്രത്തോളം അവരുടെ എന്താ പറയാ കാര്യക്ഷമത ഇഫക്റ്റീവ്നെസ് വർദ്ധിച്ചിട്ടുണ്ട്, എത്രത്തോളം അവർ ഡെവലപ്ഡ് ആയിട്ടുണ്ട്, ദെയർ സ്കിൽ ദെയർ നോളജ് എത്രത്തോളം വർദ്ധിച്ചു, വാട്ട് ഈസ് ദെയർ റിസൾട്ട്, അവർ തരുന്ന ഔട്ട്പുട്ട് എന്താണ്, ഇങ്ങനെ ഒരു ഇയർലി അസസ്മെന്റ് എംപ്ലോയീസിനെ കുറിച്ച് നടത്തുന്നുണ്ട്. അതാണ് എംപ്ലോയീസ് അപ്രൈസൽ എന്ന് പറയുന്നത്. സോ ഹൗ ക്യാൻ ദേ ചെക്ക് ഇറ്റ്? അതെങ്ങനെയാണ് അവർ ചെക്ക് ചെയ്യുന്നത് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്? സോ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്നതിന് നമുക്ക് വി ഹാവ് ടു മേക്ക് സം ചെക്കിൻസ് ഓഫ് ദ പ്രീവിയസ് ഇയേഴ്സ് പെർഫോമൻസ്. ചിലപ്പോ മുൻ വർഷങ്ങളിലുള്ള അല്ലെങ്കിൽ മുൻ കാലഘട്ടങ്ങളിൽ ആ എംപ്ലോയി എങ്ങനെയാ പ്രവർത്തിച്ചിരുന്നത്, അതിൽ നിന്ന് വാട്ട് ഡിഫറൻസ് ഈസ് ദർ, മാറ്റം എന്താണ്, ഇതൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് എംപ്ലോയീസിന്റെ പ്രോഗ്രസ്സോ അല്ലെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളോ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. സോ ദർ ഷുഡ് ബി സം പ്രീവിയസ് ചെക്കിൻസ്. മുൻ വർഷങ്ങളിൽ എന്തായിരുന്നു ഇവരുടെ പെർഫോമൻസ് ലെവല്, അത് എത്രത്തോളം മാറ്റിയിട്ടുണ്ട്, മാറ്റം വന്നിട്ടുണ്ട്. Monthly check-ins are also made for appraising the performance of the employees. Employees ന്റെ പെർഫോമൻസ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മന്ത്ലി ചെക്ക്-ins അവര് നടത്തുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇഫ് ദേ ഹാവ് സം പ്രോബ്ലംസ്, എംപ്ലോയീസ് ആർ ഫേസിങ് സം പ്രോബ്ലംസ്, ഹൗ ടു സോൾവ് ഇറ്റ്, അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഈ പെർഫോമൻസ് ഒക്കെ എന്താ പറയുക ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് കണ്ടെത്താനും അതിനെ സോൾവ് ചെയ്യാനും മാത്രമല്ല ഫ്യൂച്ചറിൽ എങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ അവരെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഓൾ ദീസ് തിങ്സ് ഇതൊക്കെ നമുക്ക് ഒറ്റ ആ ഒരു വിലയിരുത്തലുകളിൽ നടത്താൻ സാധിക്കും. സോ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ഹാവ് ടു ബി ചെക്ക്ഡ് അക്കോർഡിംഗ് ടു ദ പ്രീവിയസ് ചെക്ക്-ഇൻസ്. മുൻ വർഷങ്ങളിൽ മുൻ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണോ എംപ്ലോയീസിനെ നമ്മൾ പെർഫോം ചെയ്തപ്പോൾ നമ്മൾ റിസൾട്ട് അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഇത്രയൊക്കെയായിരുന്നു. അപ്പൊ ഇപ്പോ ഈസ് ദർ എനി ചേഞ്ച്, അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? സോ അതിനൊരു പ്രീവിയസ് ചെക്ക്-ഇൻസ് ആവശ്യമുണ്ട് കമ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ്മെന്റ് ഓഫ് ദ എംപ്ലോയീസ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട്. അപ്പൊ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. ആൻഡ് ഇഫ് ദർ ഈസ് എനി ബാക്ക്വേർഡ്നെസ് ഇൻ ദ എംപ്ലോയീസ് പെർഫോമൻസ്, എംപ്ലോയീസിന്റെ പെർഫോമൻസിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ കുറച്ച് കുറവുകളോ ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നേരത്തെ ഉള്ളതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഹാവ് ടു ഡു സംതിങ് ടു ഇൻക്രീസ് ദർ പെർഫോമൻസ് ലെവൽ. ആ പെർഫോമൻസ് ലെവൽ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോ അത്തരം എംപ്ലോയിക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്, കുറച്ച് എംപ്ലോയീസ് ഒക്കെ ഓക്കെ അവരൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി, കുറച്ച് നല്ല പ്രോഗ്രസ് ഉണ്ട് അവരുടെ പെർഫോമൻസ് ലെവലില്,
അത് ഓക്കെ. അതിനുശേഷം മറ്റുവിടെ, അതായത് അതിനെ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്താത്ത അല്ലെങ്കിൽ നേരത്തെ ഉള്ളതിൽ നിന്നും പെർഫോമൻസ് നോക്കിയപ്പോ ദോസ് ആർ ഗോയിങ് ഡൗൺ, ബാക്ക്വേർഡ്സിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് റിവ്യൂയിങ് ഓഫ് എംപ്ലോയി പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓവറോൾ ദ പെർഫോമൻസ് ലെവൽ ഓഫ് ദ എംപ്ലോയീസ് ആർ റിവ്യൂഡ്. എല്ലാ എംപ്ലോയീസിന്റെയും പെർഫോമൻസ് ലെവല് റിവ്യൂ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ പ്രീവിയസ് ചെക്ക് ഇൻ റെക്കോർഡ്സ് ആണ്. നേരത്തെയുള്ള റെക്കോർഡുകൾ, ചെക്ക് ഇൻസ് ചെയ്തിരിക്കുന്ന റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പെർഫോമൻസ് ലെവല് അസസ് ചെയ്യുന്നത്. ഓവറോൾ അത്രയാണ് നമുക്ക് ആ കാര്യം ആ ഒരു പോയിന്റിലുള്ളത്. മനസ്സിലായോ? റിവ്യൂയിങ് എംപ്ലോയി പെർഫോമൻസ് with regard to the previous check-ins of the record. റെക്കോർഡുകളുടെ പ്രീവിയസ് ചെക്ക്-ഇൻസ് കൂടി നോക്കി കമ്പയർ ചെയ്തിട്ടാണ് എംപ്ലോയി പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുന്നത്. whether they have made the progress or there is some backward എന്താ പറയാ പെർഫോമൻസ്, അതായത് ബാക്ക്വേർഡ് ആണ് അവരുടെ പെർഫോമൻസ്, ഇതൊക്കെ അറിയുന്നത് ഇത് ചെക്ക് ചെയ്തിട്ടാണ്. ക്ലിയർ ആയോ പോയിന്റ്? മനസ്സിലായോ? റിവ്യൂയിങ് എംപ്ലോയി പെർഫോമൻസ് എന്ന് പറയുന്ന പോയിന്റ് മനസ്സിലായോ? സോ അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് പറയാം. There should be a clear record from previous check-ins to show the employee's progress throughout the year. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടാ. അതായത് പ്രീവിയസ് ചെക്ക്-ഇൻസ് റെക്കോർഡുകൾ നോക്കിയിട്ടാണ് എംപ്ലോയീസിന്റെ പ്രോഗ്രസ് വിലയിരുത്തുന്നത് ആ ഒരു വർഷക്കാലത്തെ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. ആ പോയിന്റ് ഓരോന്നിന്റെ കീഴിലുള്ള ബോൾഡിൽ എഴുതിയേക്കുന്ന പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ ഇതിന്റെ ഉള്ളിൽ അണ്ടർലൈൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ റിവ്യൂയിങ് ഓഫ് എംപ്ലോയി പെർഫോമൻസ് ഉണ്ട്, പിന്നെ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പെർഫോമൻസിന്റെ റിവ്യൂ ഉണ്ട്, പിന്നെ നമ്മൾ പറഞ്ഞു റിവ്യൂയിങ് ഓഫ് ഓവറോൾ ഗോൾ ഓഫ് ദ ഓർഗനൈസേഷന്റെ ഓവറോൾ ഗോൾ എത്രത്തോളം ഉണ്ട്, അത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളതും, പിന്നെ ഗിവിംഗ് ആക്ഷനബിൾ ഫീഡ്ബാക്കും. ഇത് നാലുമാണ് റിവ്യൂയിങ്ങിൽ വരിക. അപ്പോ നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞു കഴിഞ്ഞു, റിവ്യൂയിങ് ഓഫ് എംപ്ലോയി പെർഫോമൻസ് ആണ് പറഞ്ഞു കഴിഞ്ഞത്. ഓക്കെ, സെക്കൻഡ് വൺ റിവ്യൂയിങ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്. ഇനി പെർഫോമൻസ് മാനേജ്മെന്റ് പെർഫോമൻസിന്റെ പ്രോസസ് കൂടി ഈ ഒരു സ്റ്റേജിൽ തന്നെ വരുന്നുണ്ട്. ബോത്ത് ദ എംപ്ലോയീസ് ആൻഡ് ഓൾസോ ദ മാനേജ്മെന്റ് ഹാവ് ടു ബി പെർഫോംഡ് വെൽ. അതായത് നമുക്കറിയാം ഓർഗനൈസേഷന്റെ നല്ല നടപ്പിന് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ബോത്ത് ദ മാനേജ്മെന്റ് ആൻഡ് ഓൾസോ ദ എംപ്ലോയീസ് ഹാവ് ടു വർക്ക് ടുഗദർ. രണ്ടുപേരും ഒരുപോലെ ജോലി ചെയ്യണം. ആൻഡ് ഓൾസോ അക്കോർഡിംഗ് ടു ദ പ്രീവിയസ് ഇയർ, കഴിഞ്ഞ വർഷവുമായിട്ട് ബന്ധപ്പെടുത്തി മാനേജ്മെന്റിലും അതുപോലെ തന്നെ എംപ്ലോയീസിലും എത്രത്തോളം അവരുടെ പെർഫോമൻസ് ലെവൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സ് ഇവിടെയും ചെയ്യേണ്ടതാണ്. അപ്പൊ എംപ്ലോയീസിന്റെ പെർഫോമൻസ് മാത്രം ഇൻക്രീസ് ചെയ്തത് കൊണ്ട് there is no any purpose. അതിന്റെ ഒരു ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വെച്ചിട്ട് നമുക്ക് പറ്റുമെന്ന് പറയാൻ പറ്റില്ല. മാനേജ്മെന്റും അതനുസരിച്ച് തന്നെ എന്ത് ചെയ്യാൻ പെർഫോം ചെയ്യണം. അപ്പൊ കഴിഞ്ഞ വർഷം മാനേജ്മെന്റ് ഏത് രീതിയിൽ കുറെ നല്ല രീതിയിലൊക്കെ കുറെ ഇന്നോവേഷൻസ് കൊണ്ടുവന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്തു, എംപ്ലോയീസിന്റെ ഒപ്പം നിന്ന് ജോലി ചെയ്തു. ഇതൊക്കെയാണ് ഒരു ഓർഗനൈസേഷനെ ഏറ്റവും നല്ലൊരു പൊസിഷനിലേക്ക് എത്തിക്കുക. മറ്റുള്ള ഓർഗനൈസേഷൻസിൽ നിന്ന്, മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു ഗുഡ് വില്ലുള്ള, ഒരു നല്ല സൽപ്പേരുള്ള, ഒരു റെപ്യൂട്ടേഷൻ ഉള്ള ലെവലിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ മാനേജ്മെന്റും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എല്ലാം മറ്റുള്ളവരിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും എന്താ പറയാ ഒന്നും ചെയ്യാതെ എന്താ പറയാ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചോ അല്ലെങ്കിൽ കാര്യക്ഷമത കൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ടോ ഫിസിക്കലായിട്ടോ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യേണ്ടതുണ്ടായിരിക്കും. അത് നമ്മൾ ചെയ്യാതെ എല്ലാം അവരൊക്കെ ചെയ്തോളും എന്ന് മാത്രം കരുതിയാൽ കാര്യങ്ങളില്ല, അല്ലെ? സോ ദർ ഷുഡ് ബി സം പെർഫോമൻസ് ലെവൽ ഇൻക്രീസ്ഡ് ഇൻ ദ മാനേജ്മെന്റ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ വർഷവും മാനേജ്മെന്റ് ലെവലും എന്ത് ചെയ്തോണം, ഇൻക്രീസ് ചെയ്യണം. അവരുടെ എഫിഷ്യൻസി ഓൾസോ മെനി ഹാവ് സം ഇമ്പോർട്ടന്റ് റോൾ. അതിനകത്ത് അവർക്കും നല്ലൊരു പങ്കുണ്ട് വഹിക്കാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നോക്കുക, കുറച്ച് ക്വസ്റ്റ്യൻസ്, എംപ്ലോയീസിന്റെ വർക്കുകളൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാനേജ്മെന്റിന്റെ. എംപ്ലോയീസ് whether they are doing well and whether they are performing well, whether the performance level of the employees have been increased during the years and after providing training കൊടുത്തു, ഈ വർഷങ്ങൾ കൊണ്ട് ഇത്ര സമയം കൊണ്ട് എത്രത്തോളം പെർഫോമൻസ് ലെവൽ എംപ്ലോയീസിന്റെ ഒക്കെ ഇൻക്രീസ് ചെയ്തു. ഇതൊക്കെ ലുക്ക് ആഫ്റ്റർ ചെയ്യുക, അല്ലെ? മാനേജ്മെന്റ് ഇതൊക്കെ പരിശോധിക്കണം. അപ്പോഴാണ് മാനേജ്മെന്റ് കാര്യക്ഷമമാകുള്ളൂ. ശരി, ജോലിയൊക്കെ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട്, അവർ ചെയ്തോളും എന്നുള്ള ആ ഒരു ട്രസ്റ്റിൽ മാത്രം മാറിയിരുന്ന കാര്യമില്ല.
അവര് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നറിയേണ്ടത് മാനേജ്മെന്റിന് അത്യാവശ്യമായിരിക്കണം. ഓക്കെ, സോ സം ക്വസ്റ്റ്യൻസ് ഹാവ് ടു ബി ആസ്ക്ഡ്. വാട്ട് ട്രെയിനിങ് വുഡ് ഹെൽപ്പ് ദ എംപ്ലോയി പെർഫോം ബെറ്റർ? കണ്ടോ, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം. അവർ ചിന്തിക്കണം എപ്പോഴും ഇവര് പെർഫോം ചെയ്യുന്നുണ്ട്, ഓക്കെ, പക്ഷെ ഇവരുടെ പെർഫോമൻസ് ലെവലിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വാട്ട് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ്? ട്രെയിനിങ് കൊടുക്കണോ? എങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കണം? കണ്ടോ, അങ്ങനെയുള്ള ചിന്താഗതികൾ വരണം. ആ ചിന്തയിൽ നിന്നും ഉത്തരങ്ങൾ വരണം. കണ്ടോ, അതായത് അവരുടെ പെർഫോമൻസ് ലെവൽ നമുക്ക് വർദ്ധിപ്പിക്കാനുണ്ട്. ഇതൊക്കെ തിങ്ക് ചെയ്യേണ്ടത് മാനേജ്മെന്റ് ആണ്. അത് ആലോചിച്ച് പ്രവർത്തിക്കേണ്ടതല്ല എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവരോട് പറയുന്ന കാര്യങ്ങൾ അവര് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുക. എംപ്ലോയീസ് അതൊക്കെ ചെയ്യുള്ളൂ. അല്ലാതെ ഇതിനേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു രീതി കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എംപ്ലോയീസിന് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ദ ഡിസിഷൻ ഈസ് ഇൻ ദ പാർട്ട് ഓഫ് മാനേജ്മെന്റ്. അത് അവരാണ് ചെയ്യുന്നത്. സോ അവര് ഡിസിഷൻസ് എടുത്തിട്ട് ഇവർക്ക് അത് കൊടുക്കാണ്. എന്നിട്ട് ഞാൻ എന്റെ കഴിവനുസരിച്ച് അത് ചെയ്യുന്നു, ആ ജോലിയായി ചെയ്യുന്നു. ഇപ്പൊ ഡിസിഷൻ എടുത്തത് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഡിസിഷൻ എടുക്കണമെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് കുറെ ചോദ്യങ്ങൾ ഉണ്ടാകണം. അതിനുള്ള ഉത്തരങ്ങൾ അവര് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? They can make the performance level of employees better. അങ്ങനെ എംപ്ലോയീസിന്റെ ലെവല് ബെറ്റർ ആക്കി പെർഫോം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഹൗ ഡിഡ് മാനേജ്മെന്റ് ഹെൽപ്പ്? ഫീഡ്ബാക്ക് ഹെൽപ്പ് ഇഫ് നോട്ട് ഓർ വൈ? അതായത് മാനേജ്മെന്റ് എംപ്ലോയീസിനെ പോകുന്നു, അവരുടെ പെർഫോമൻസ് കാണുന്നു, അവരുടെ ഫീഡ്ബാക്കുകൾ കൊടുക്കുന്നു, അറിയിക്കുന്നു. ആ ഫീഡ്ബാക്കുകൾ ഹൗ ഇറ്റ് ഹെൽപ്പ് ദ എംപ്ലോയീസ്? അത്ര ഫീഡ്ബാക്ക് കൊടുത്തിട്ട് എംപ്ലോയീസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ലേ? എന്തുകൊണ്ടില്ല? അല്ലെങ്കിൽ ഉണ്ടെങ്കിലും ഓക്കെ, പക്ഷെ എന്തുകൊണ്ട് മാറ്റമില്ല? നമ്മൾ ഈ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങളുടെ പെർഫോമൻസ് ലെവൽ ഇങ്ങനെയാണ്, കുറഞ്ഞു പോയി, അതെന്നൊക്കെ നമ്മൾ അറിയിക്കുമ്പോഴും അതിന് ശേഷം അവരുടെ പെർഫോമൻസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? എന്തേ മാറ്റം വരാത്തത്? എന്താണ് അതിന്റെ റീസൺ? These things. അതിന് ഉത്തരം കണ്ടെത്താൻ മാനേജ്മെന്റിന് പറ്റണം. ഓക്കെ, അതൊക്കെയാണ്. വേർ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് മെറ്റ്. അതായത് ഓരോ എംപ്ലോയീസും അവരുടെ വ്യക്തിപരമായിട്ടുള്ളതും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഐ ഹാവ് സം പേഴ്സണൽ ഒബ്ജക്റ്റീവ്. എനിക്ക് എന്റേതായ വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഇന്ന കാര്യത്തിനാണ് ഞാൻ ജോലിക്ക് പോകുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു ലക്ഷ്യമുണ്ട്, അതെന്റെ പേഴ്സണൽ ലക്ഷ്യമാണ്. ആൻഡ് വൈൽ ഐ എം വർക്കിംഗ് ഇൻ ദിസ് ഓർഗനൈസേഷൻ ഐ ഹാവ് അനദർ ഗോൾ. എന്താണ് മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്? ഓർഗനൈസേഷന്റെ ഗോൾ. ഓർഗനൈസേഷൻ എന്താണോ അച്ചീവ് ചെയ്യാനായിട്ട് ഒബ്ജക്റ്റീവായിട്ട് വെച്ചിരിക്കുന്ന ലക്ഷ്യം, ആ ലക്ഷ്യവും എന്റെ ലക്ഷ്യം തന്നെയാണ്. ബിക്കോസ് അവര് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കണം, ആ ഒരു ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കണം, അല്ലെ? അതാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവരുടെ പേഴ്സണൽ നീഡ്സ് അല്ലെങ്കിൽ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സും അവർക്ക് എന്താ പറയാ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സും മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ, ബെറ്റർ, ബെസ്റ്റ്. ഓക്കെ, ഇഫ് നോട്ട്, പക്ഷേ പറ്റിയില്ല എങ്കിൽ വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ട് ആൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ല? വ്യക്തിപരമായ ലക്ഷ്യങ്ങളൊന്നും ആൾക്ക് നേടാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളിലേക്കും എത്താൻ ഒരു എംപ്ലോയീസിനോ പറ്റുന്നില്ല. സോ വാട്ട് ഈസ് ദ റീസൺ? അതിന്റെ കാരണം എന്താണ്? മാനേജ്മെന്റ് അന്വേഷിക്കണം, കണ്ടെത്തണം ഉത്തരം. ഓക്കെ, then how could the process be made better? ഈ പ്രോസസ് പെർഫോമൻസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ആ പ്രോസസ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഇതൊക്കെ മാനേജ്മെന്റ് ആണ് ഉത്തരം കണ്ടെത്തേണ്ടത്, എംപ്ലോയീസ് അല്ല. അതാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ പെർഫോമൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അവര് ആണ് ഇതിന്റെ കാര്യങ്ങളും ഉത്തരങ്ങളും കണ്ടെത്തുക. അപ്പൊ എങ്ങനെ നമുക്ക് പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ പറ്റും? അതിന് എന്തെങ്കിലും ടെക്നിക്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ? വാട്ട് ചലഞ്ചസ് ഡിഡ് ദ എംപ്ലോയി ഫേസ്? ചലഞ്ചസ് എന്നാണ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ചലഞ്ചർ എന്ന് എഴുതിയിട്ടുണ്ട്. R എന്ന് മാറ്റി അവിടെ സർഗ. അപ്പൊ എന്തൊക്കെ ചലഞ്ചസ് ആണ് എംപ്ലോയീസ് ഫേസ് ചെയ്യുന്നത്? That means what is the obstacle that hinder the progress or the personal growth or the organizational growth of the employee? എംപ്ലോയി ഉദ്ദേശിക്കുന്ന അവരുടെ വ്യക്തിപരമായ വളർച്ച അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യം നേടാൻ പറ്റാത്തത്, ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടാൻ പറ്റാത്തതിന് തടസ്സം നിൽക്കുന്ന വെല്ലുവിളികൾ എന്താണ്? എന്തുകൊണ്ട് എംപ്ലോയീസിൽ മാറ്റങ്ങൾ വരുന്നില്ല? ഇതൊക്കെ കണ്ടെത്തണം, ആൻസേഴ്സ് കണ്ടെത്തണം. ആര് കണ്ടെത്തണം? എംപ്ലോയീസ് അല്ല, അത് മാനേജ്മെന്റ്. ഇന്ന കാര്യങ്ങൾ കൊണ്ട് അവർക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റാതെ അവരുടെ പെർഫോമൻസ് ലെവൽ ഡൗൺ ആകുന്നത് ഇന്നതാണ് അതിന്റെ കാരണം. അത് മനസ്സിലാക്കാനും അറിയാനുമുള്ള ഒരു ഉപാധി തേടി അതിന് ആൻസേഴ്സ് കണ്ടെത്തണം. ഇതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, then was the time spent on this process effective? നമ്മൾ ആ മാനേജ്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കണ്ടെത്തുന്നു അല്ലെങ്കിൽ കളയുന്നു. നമ്മള് പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ, എംപ്ലോയീസിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ, അതുപോലെ മാനേജ്മെന്റ് അവരുടേതായ പെർഫോമൻസ് എംപ്ലോയീസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടും അതുപോലെ വിൽഫുള്ളി ആഗ്രഹത്തോടെ ജോലി ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ടെത്താൻ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി. പക്ഷെ അത് ഉപയോഗപ്രദമാണോ, യൂസ്ഫുൾ ആയോ, ഇഫക്റ്റീവ് ആയോ?
അത് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് കണ്ടെത്തിയാൽ അതിനൊരു ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ലെവൽ ഓഫ് ദ മാനേജ്മെന്റ് ഓൾസോ ക്യാൻ ബി ഇൻക്രീസ്ഡ്. അതിന് ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് മാനേജ്മെന്റ് തന്നെയാണ് ശ്രമിക്കേണ്ടത്. അപ്പോഴാണ് മാനേജ്മെന്റ് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻസ് കണ്ടെത്തുക. അപ്പൊ അത് മാനേജ്മെന്റ് പ്രോസസ്സായി, പെർഫോമൻസ് മാനേജ്മെന്റ് ആയി. ഓക്കെ, റിവ്യൂയിങ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്. റിവ്യൂയിങ് പലതും ഉണ്ട്. അത് ഇവിടെ നമ്മളിപ്പോ ആദ്യം പറഞ്ഞത് ഏതായിരുന്നു? പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്. അതിന് മുമ്പ് നമ്മൾ എംപ്ലോയി പെർഫോമൻസിന്റെ റിവ്യൂ ആണ് പറഞ്ഞത്. മാനേജ്മെന്റ് പ്രോസസ്സിന്റെ പെർഫോമൻസ് ആണ് രണ്ടാമത് പറഞ്ഞത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. The performance management process worked. It is important for both management and employees to look over the previous year. And മുന്നുള്ള വർഷങ്ങളിൽ എത്രത്തോളം ഭംഗിയായി കാര്യങ്ങൾ ചെയ്തു മാനേജ്മെന്റും എംപ്ലോയീസും എന്നുള്ള ഒരു പിന്തിരിഞ്ഞുള്ള നോട്ടം, അതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്. മാനേജ്മെന്റ് എത്രത്തോളം നന്നായി ചെയ്തു അതനുസരിച്ചുള്ള മാറ്റങ്ങൾ എംപ്ലോയീസിൽ എന്തോരം വന്നു. ഇതിന്റെ ഒരു എന്താ പറയാ തിരിഞ്ഞു നോട്ടമാണ് ഏത്? പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ. Then the next റിവ്യൂവിൽ വരുന്ന മറ്റൊന്നാണ് റിവ്യൂ ഓഫ് ഓവറോൾ ഗോൾ കംപ്ലീഷൻ. നമുക്കറിയാം ദ അൾട്ടിമേറ്റ്, നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാ എംപ്ലോയീസും, മാനേജ്മെന്റ് ആയിക്കോട്ടെ എംപ്ലോയീസ് ആയിക്കോട്ടെ, എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അച്ചീവ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻസ് ഗോൾസ്. ഓർഗനൈസേഷന്റെ ഗോൾ, ലക്ഷ്യം നേടിയെടുക്കുക, അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾക്ക് ഊണില്ല ഉറപ്പില്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. സോ അപ്പൊ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എംപ്ലോയീസിന് അവരുടെ ഗോൾസിലേക്ക്, അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും, ഞാനിപ്പോ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ഒരു പെർഫോമൻസ് ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നെ സഹായിക്കുന്നുണ്ടോ, ഞാനത് എങ്ങനെ ചെയ്യുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഹൗ എഫിഷ്യന്റ്ലി ദ എംപ്ലോയി സക്സീഡ്, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ എത്രത്തോളം വിജയിക്കുന്നുണ്ട് ത്രൂ ഔട്ട് ദ ഇയർ. ഇതൊക്കെ ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ് ഒരു ഓർഗനൈസേഷനിൽ ടു കംപ്ലീറ്റ് ദ ഗോൾ. ഗോൾ നേടിയെടുക്കാൻ, ഗോൾ പൂർണ്ണമാക്കാൻ, നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ്? ഡിഡ് ദ എംപ്ലോയി റീച്ച് ദ ഗോൾസ്, എംപ്ലോയി അവരുടെ ലക്ഷ്യത്തിലെത്തിയോ? മാത്രമല്ല ഹൗ എഫിഷ്യന്റ്ലി ഡിഡ് ദ എംപ്ലോയി സക്സസ് സക്സീഡ്, എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടാണ് എംപ്ലോയി തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയത് ഡ്യൂറിങ് ദ ഇയർ, ആ ത്രൂ ഔട്ട് ദ ഇയർ എത്രത്തോളം നമ്മൾ എഫിഷ്യന്റ് ആയി പ്രവർത്തിച്ചിട്ടാണ് ലക്ഷ്യം എത്താൻ പറ്റിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് എന്താ പറയാ, ഓർഗനൈസേഷനിൽ ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദർ വിൽ ബി സ്മോൾ ആൻഡ് ബിഗ് ഒബ്ജക്റ്റീവ്സ്, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആൻഡ് ഇറ്റ് ഹാവ് ടു ബി എന്താ പറയാ അച്ചീവ്ഡ് ഡ്യൂറിങ് എന്താ പറയാ ഇൻ ബിറ്റ്വീൻ മെനി പ്രോബ്ലംസ്. ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അതിന്റെ ഇടയിലൊക്കെ വരും. പക്ഷെ വി ക്യാൻ കംപ്ലീറ്റ് ദ ഗോൾസ്. ഈ പറഞ്ഞ എല്ലാ ലക്ഷ്യവും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം വൈൽ പ്രൊവൈഡിങ് ട്രെയിനിങ് ആൻഡ് ഓൾസോ ഇന്റർവെൻഷൻസ്. അതായത് ഇന്റർവെൻഷൻസ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുടെയും ഇടപെടലുകള്, പല ട്രെയിനിങ് പ്രോസസ്സൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊക്കെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. എംപ്ലോയീസ് ഗോൾസ് നേടിയെടുത്തോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ആ ഗോൾ നേടിയെടുക്കാൻ വേണ്ടി എന്ത് പുതിയ കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, അത് ചെയ്യണം. ഓക്കെ. ട്രെയിനിങ് കൊടുക്കണോ? എന്തുകൊണ്ട് അവർ ലക്ഷ്യത്തിയില്ല? അവർക്ക് ട്രെയിനിങ്ങിന്റെ കുറവുണ്ട്. ഓക്കെ, ദെൻ ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ്. അപ്പൊ ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് റിവ്യൂയിങ് ഓഫ് ഓവറോൾ ഗോൾ കംപ്ലീഷൻ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ആ പോയിന്റിന്റെ ഹെഡിങ് മാത്രമൊക്കെ പഠിച്ചാൽ മതി. അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. ദെൻ ഗിവിങ് ആക്ഷനബിൾ ഫീഡ്ബാക്ക്. ഇനി എന്താ? അപ്പൊ നമ്മൾ ട്രെയിനിങ് കൊടുത്തു, ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ എന്താണ്? ഇവരെ കുറച്ചുകൂടി ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫീഡ്ബാക്കുകൾ, അതായത് ഇതെന്ന് പറയുന്നത് റിവ്യൂവിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്ത് കാര്യത്തിനും ഒരു ഗിവ് ആൻഡ് ടേക്ക് റിവ്യൂ ഓഫ് ദ ഫീഡ്ബാക്ക് ആവശ്യമുണ്ട്. ഫീഡ്ബാക്ക് അങ്ങോട്ട് കൊടുക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ നമ്മൾ പറഞ്ഞു ഫീഡ്ബാക്ക് ബോത്ത് സൈഡ്സിലേക്ക്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് മാനേജ്മെന്റ് അങ്ങോട്ട് കൊടുക്കുകയും തിരിച്ച് ഇങ്ങോട്ട് വാങ്ങിക്കുകയും ഒക്കെ ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് റിവ്യൂ എന്ന് പറയുന്നതിന്റെ. സോ ദ മാനേജ്മെന്റ് ഹാവ് ടു പ്രൊവൈഡ് ആക്ഷനബിൾ ഫീഡ്ബാക്ക് ആണ് ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് ആക്ഷനബിൾ ഫീഡ്ബാക്ക് ആണ്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫീഡ്ബാക്ക് ആണ് കൊടുക്കേണ്ടത്. എന്നെ തളർത്തുന്ന രീതിയിലല്ല, വീണ്ടും പ്രവർത്തന നിരതമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, പ്രവർത്തന രഹിതമാക്കാനല്ല.
അല്ലെ, കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ട ഫീഡ്ബാക്ക് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്ത് ഐഡന്റിഫൈ ദ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ്. അപ്പൊ എന്നോട് പറയാം, ഓക്കെ വെൽ ഡൺ, യു ഹാവ് ഡൺ ദ ബെസ്റ്റ്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു, പെർഫോമൻസ് ഓക്കെയാണ്, പക്ഷേ യു ഹാവ് ടു മേക്ക് സം ഇംപ്രൂവ്മെന്റ്സ്. വളരെ എന്താ പറയാ സ്നേഹത്തോടെ ഒക്കെ എന്താ പറയാ എന്തെങ്കിലും മേഖലകളിൽ ചെറിയ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്താണെങ്കിൽ അത് സന്തോഷത്തോടെ തന്നെ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെ, ആ രീതിയിൽ. അപ്പൊ അവർക്ക് പെർഫോം ചെയ്യാനും ഫ്യൂച്ചറിൽ അവരുടെ പെർഫോമൻസ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ, ഇരട്ടിയാക്കാൻ, ഡബിൾ ആക്കാനൊക്കെ സാധിക്കും. അല്ലാതെ എടുത്ത പഠിച്ച പോലെ അവരെ നീ എന്തുകൊണ്ട് അങ്ങനെയായി, എന്തുകൊണ്ട് അത് കുറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാതെ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കാം. അതേസമയം കുറച്ച് ഭയങ്കര എന്താ പറയാ ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നു, അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ, അങ്ങനെ വരുമ്പോ എന്താ കുറച്ചുകൂടി നമ്മുടെ മനസ്സ് ഡള്ളാവും. അപ്പൊ നമുക്ക് പെർഫോം ചെയ്യാൻ ഉള്ളിന്ന് വരില്ല. നമ്മളുടെ എന്ത് കാര്യവും നമ്മൾ ജോലി ചെയ്യുമ്പോൾ, ഏത് ജോലിയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു സന്തോഷവും ഇതൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യണം, അല്ലെ, സംതൃപ്തിയോടും കൂടി ചെയ്യണം. അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇത് കൂടിയാണ് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ. അതേസമയം നമ്മളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും ചെയ്യിപ്പിക്കുമ്പോൾ അത് ഉള്ളിൽ നിന്ന് വരില്ല, അത്ര എന്തെങ്കിലും ചെയ്ത് വെച്ചാൽ മതി എന്നുള്ള മട്ടാകുന്നു, അല്ലെ. അപ്പൊ അതാ വരുന്നത്. ആക്ഷണബിൾ ഫീഡ്ബാക്ക് ആണ് ടു ബി പ്രൊവൈഡഡ് ടു ദ എംപ്ലോയീസ് സോ ദാറ്റ് ദേ ക്യാൻ ഐഡന്റിഫൈ ദെയർ മിസ്റ്റേക്സ്, അവരുടെ മിസ്റ്റേക്ക് അറിയാനും ദേ ക്യാൻ ഓൾസോ ടേക്ക് സ്റ്റെപ്സ് ടു ഇംപ്രൂവ്, അത് മാറ്റാനും ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ അവരുടെ ബെറ്റർ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. ഏത് ബൈ പ്രൊവൈഡിങ് ആക്ഷണബിൾ ഫീഡ്ബാക്ക് കേട്ടോ. Then also the employees will get some opportunity. ഇനി മാത്രമല്ല ഓരോ എംപ്ലോയീസും ഒരു അവസരം കിട്ടുകയാണ് തങ്ങളിലേക്ക് സംബന്ധിച്ച അവരുടെ ഫീഡ്ബാക്കുകൾ അറിയാനായിട്ട്. കാരണം മാനേജ്മെന്റ് ഇഫ് ദേ ആർ പ്രൊവൈഡിങ് സച്ച് ഫീഡ്ബാക്ക്, മാനേജ്മെന്റ് ഇന്നത് അറിയാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്തു, എന്താണ് എനിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ, അങ്ങനെയും അറിയുന്നതും കുറച്ചുകൂടി അവർ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അത് എംപ്ലോയിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നുണ്ട്. ഞാൻ ചെയ്തതിൽ അങ്ങനെ ഒരു പോരായ്മ ഉണ്ട്, കണ്ടോ. തെറ്റുകൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, മിസ്റ്റേക്സ് വരുത്തിക്കൊണ്ടിരിക്കുക എന്നതിനേക്കാൾ നല്ലത് എന്താ ചെയ്യുക, അതില്ലാതെ നമ്മൾ പെർഫോം ചെയ്യുക എന്നതാണ്. അപ്പൊ അത് കണ്ടെത്തി മാനേജ്മെന്റ് അതിനുള്ള ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എംപ്ലോയീസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അവർക്കത് മനസ്സിലാക്കാനും അവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാണ് ടു ഇംപ്രൂവ്. കണ്ടോ, ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ കിട്ടുക. ക്ലിയർ ആണല്ലോ? ആക്ഷനബിൾ ഫീഡ്ബാക്ക് മനസ്സിലായില്ലേ? അതിനകത്ത് ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. മിഡിൽ പാർട്ടിലുള്ള പാരഗ്രാഫ്, മാനേജ്മെന്റ് ഷുഡ് പ്രൊവൈഡ് ആക്ഷനബിൾ ഫീഡ്ബാക്ക് ഫോർ ദ എംപ്ലോയീസ് സോ ദാറ്റ് ദേ ക്യാൻ ഐഡന്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ ദെയർ ഫ്യൂച്ചർ പെർഫോമൻസ്. ഭാവിയിലുള്ള തങ്ങളുടെ ഓരോ പെർഫോമൻസും ഇംപ്രൂവ് ചെയ്യാനായിട്ട് മാനേജ്മെന്റ് അതിന് പറ്റിയ രീതിയിലുള്ള ആക്ഷനബിൾ ഫീഡ്ബാക്ക് ആണ് എംപ്ലോയീസിന് കൊടുക്കേണ്ടത്. അപ്പൊ എംപ്ലോയീസിന് അവരുടെ എന്തെങ്കിലുമൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്താനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ഫ്യൂച്ചറിലുള്ള പെർഫോമൻസിനെ വർദ്ധിപ്പിക്കാനും സാധിക്കും. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, നാലാമത്തേതാണ് ആക്ഷൻ. നമ്മള് പ്ലാനിങ്, കോച്ചിങ് ഒക്കെ പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ അതിനകത്ത് വരുന്നതാണ് അടുത്ത റിവ്യൂ. നാലാമത്തേതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആക്ഷൻ ആണ്. ഇതെല്ലാം നേരത്തെ നമ്മൾ ആദ്യം തന്നെ മാനേജ്മെന്റ് ഓഫ് എംപ്ലോയീസ് പെർഫോമൻസ് ഒക്കെ പ്ലാൻ ചെയ്തു. അതിനു വേണ്ടിയിട്ട് ആ പ്ലാനിങ്ങിന് അനുസരിച്ച് എന്താണ് സോറി ഐ കാൻഡ് അണ്ടർസ്റ്റാൻഡ്. എന്താണ് എഴുതിയത് അവിടെ? പണിഷബിൾ എന്നോ എഴുതിയത്? എന്തെങ്കിലും ലാസ്റ്റ് പറഞ്ഞാൽ മതി. ആക്ഷനബിൾ ഫീഡ്ബാക്ക്. ആക്ഷനബിൾ ഫീഡ്ബാക്ക് തന്നെയാ പറഞ്ഞത് അനീഷ. ഓക്കെ. Then എന്താണ് നെക്സ്റ്റ് വൺ? ആക്ഷൻ ആണ്. What is action? Action is the final step. നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റിലെ ലാസ്റ്റ് സ്റ്റെപ്പ് is to take some action which is in the form of reward or recognition. എന്താണ് അപ്പൊ പെർഫോമൻസ് ആഫ്റ്റർ ദ അപ്രൈസൽ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ്, the last step the management has to take is to provide some rewards or recognition to the employees. നമ്മൾ പറഞ്ഞല്ലോ എംപ്ലോയീസിന്റെ പെർഫോമൻസുകൾ ആദ്യം തന്നെ അതിനെ കുറിച്ച് പ്ലാൻ ചെയ്തു, ആൻഡ് അതിനു വേണ്ടിയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്തു, അതിനെ കുറിച്ച് റിവ്യൂ ചെയ്തു, ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിവാർഡ്. ഇറ്റ്സ് ആൻ ആക്ഷൻ ആണ്. ഇനി നമ്മൾ പ്രവർത്തിക്കുകയാണ്. ആളുകളുടെ പെർഫോമൻസ് ഒക്കെ വിലയിരുത്തി
ദെൻ ആ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇവാലുവേഷന്റെ അടിസ്ഥാനത്തിൽ whether the employees have to be given some reward, എന്തെങ്കിലും തരത്തിലുള്ള റിവാർഡുകൾ പ്രതിഫലം കൊടുക്കണോ, അല്ലെങ്കിൽ whether to provide some recognition, അംഗീകാരം കൊടുക്കണോ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ജോലി ചെയ്യുന്നു, അപ്പൊ എന്താ പറയാ, എന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഒരു ചെറിയൊരു റിവാർഡ് കൊടുക്കാനായിട്ട് management will take action. Sometimes, first of all, they will give some warning to them, because if at the first stage after assessing the performance of the employees, the organization will not take some immediate action in the form of punishment. പെട്ടെന്ന് തന്നെ ഇങ്ങനെ പണിഷ്മെന്റിലേക്കൊന്നും പോകില്ല. ഫസ്റ്റ് ഓഫ് ഓൾ they will be given some chances to improve. ഇല്ലേ, കൊടുക്കില്ലേ? ആദ്യമൊക്കെ എന്ത് ഒറ്റയടിക്ക്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ആ ഒരു ആക്ഷൻ വിൽ നോട്ട് ബി സ്ട്രേറ്റ് ഫോർവേഡ് ഇൻ ദ ഫോം ഓഫ് പണിഷ്മെന്റ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആളെ അങ്ങനെ ശിക്ഷിക്കുകയല്ല. എംപ്ലോയീസ് they will get some chance. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ. പണ്ടൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല. പക്ഷെ ഇന്ന് കുറച്ചുകൂടി എല്ലാ എംപ്ലോയീസും അതുപോലെ മാനേജ്മെന്റും എന്ന് പറയുന്ന ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്തു പോവുകയാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാ രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഒരു റിലേഷൻ കൂടിയുണ്ട്, ബന്ധം കൂടിയുണ്ട്. സോ പെട്ടെന്നുള്ള ആക്ഷൻസ് ഒന്നും അറിയില്ല. വലിയ വലിയ തെറ്റുകൾക്കല്ലാണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ പെർഫോമൻസിന്റെ കാര്യമാണ്. പെർഫോമൻസിന്റെ കാര്യമാണ്. പെർഫോമൻസിനാവുമ്പോൾ ഇച്ചിരി കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ. ബട്ട് ഇഫ് ഇറ്റ് ഈസ് എ മിസ്കണ്ടക്ട്, നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറെ ചാപ്റ്റർ, അവർ ചെയ്യുന്ന പ്രവർത്തി നമ്മുടെ ഓർഗനൈസേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇഫ് ദേ ബിഹേവ് സംതിങ്, ഓർഗനൈസേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ബിഹേവിയർ, എന്തെങ്കിലും ഓർഗനൈസേഷന്റെ വല്ല അസറ്റ്സ് ഒക്കെ നശിപ്പിക്കുകയോ ഡാമേജ് വരുത്തുകയോ ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ വലിയ എന്താ പറയാ ഭയങ്കര വലിയ തെറ്റുകള്, ആളുകളുമായിട്ട് ഇടികൂടുകയോ എന്തെങ്കിലും ആളുകളെ എന്തെങ്കിലും ആക്രമിക്കുകയോ ഒക്കെ ചെയ്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് പണിഷബിൾ ആണ്. അതൊക്കെ വേറെ രീതിയിലാണ്. ഓക്കെ, ഐ എം നോട്ട് മീനിങ് ദാറ്റ്. ഇവിടെ എന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ ഒരു ജോലി ചെയ്യുമ്പോൾ അതിന്റെ പെർഫോമൻസ് ലെവല്, എന്റെ പെർഫോമൻസ് ലെവൽ മേ നോട്ട് ബി സിമിലർ ടു എനി അതർ ടീച്ചേഴ്സ് പെർഫോമൻസ് ലെവൽ. നമ്മൾ വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം നമ്മൾ നമ്മളുടെ രീതിയിൽ, അവരുടെ രീതിയിൽ, ഓരോരുത്തർക്കും അവരുടെ പെർഫോമൻസിന്റെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അവരുടെ വേ ഓഫ് ഡൂയിങ് സംതിങ് വിൽ ബി ഡിഫറൻസ്. എല്ലാവരും വ്യത്യാസമുണ്ട്. ഓരോരുത്തരും ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് പെർഫോമൻസിന്റെ ലെവലും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ആ പെർഫോമൻസ് ലെവൽ ഒന്നുകൂടി കൂട്ടാനായിട്ടുള്ള ചില കറക്ഷൻസ് ഒക്കെയാണ് നടത്തുക, പണിഷ്മെന്റുകളായിരിക്കില്ല. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് റിവാർഡ് ഓർ ഇൻ ദ ഫോം ഓഫ് റെക്കഗ്നിഷൻ. സോ ആഫ്റ്റർ അസസിംഗ് ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ്, വെദർ ദേ ഹാവ് ടു ബി പ്രൊവൈഡഡ് റിവാർഡ് ഓർ റെക്കഗ്നിഷൻ, it is the management, it is the duty of the management to provide it. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, അംഗീകരിക്കണം. അവര് കണ്ടോ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. സോ ബെറ്റർ ദേ ഹാവ് ടു ബി റിവാർഡ്. എന്തെങ്കിലും തരത്തിലുള്ള റിവാർഡുകൾ, മേ ബി ഇൻ ദ ഫോം ഓഫ് മോണിറ്ററി ഓർ നോൺ മോണിറ്ററി, പണ രൂപത്തിലായിട്ടുള്ള റിവാർഡ് കൊടുക്കാം, പണമല്ലാത്ത രീതിയിലുള്ള റിവാർഡുകൾ കൊടുക്കാം. ഓക്കെ, ലൈക്ക് ദാറ്റ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ചിലപ്പോ ഒരു ഇത് കാണിച്ചു, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതൊരു എക്സ്ട്രാ എമൗണ്ട് സാലറിയുടെ കൂട്ടത്തിൽ ഈ പ്രാവശ്യം നിങ്ങൾ ഈ ഒരു മന്തില് നിങ്ങൾ ഇങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചത്. സോ നമ്മുടെ ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഹാപ്പിനെസ് പ്രകടമാക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിവാർഡ് തരുന്നു, ഇങ്ങനെ ഒരു പ്രതിഫലം ക്യാഷ് ആയിട്ട് തരുന്നു. അപ്പൊ അത് മറ്റുള്ള എംപ്ലോയീസിനും കൂടി ഒരു മോട്ടിവേഷൻ ആണ്. കാരണം എന്താ, ആൾക്കത് കിട്ടി. സോ നെക്സ്റ്റ് ടൈം നമുക്കും ചാൻസസ് ഉണ്ട്, നമുക്കും അതിലേക്ക് എത്താൻ പറ്റും. അവരെയും കൂടി പ്രോത്സാഹിപ്പിക്കുക, അതിനും കൂടി വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ മണി അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ള എംപ്ലോയീസിനൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്താ പറയാ ഒരു അംഗീകാരം, ഒരു റെക്കഗ്നീഷൻ, ഒരു ലീഡർഷിപ്പ് അതോറിറ്റി, ഇയാള് ചെയ്യുന്നത് പോലെ ഇയാളെയാണ് ഞാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, ഇയാൾ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. കണ്ടോ, അതൊരു ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി സച്ച് ദാറ്റ് അങ്ങനെയുള്ള റെക്കഗ്നീഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെയാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് സ്റ്റേജ് ആണ് ആക്ഷൻ ഇൻ ദ ഫോം ഓഫ് റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ. ക്ലിയർ ആയോ? ആ പോയിന്റ് സിമ്പിൾ പോയിന്റ് ആണ്. അപ്പൊ ആക്ഷനിൽ ഫസ്റ്റ് വൺ ആണ് റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ. അതില് ഈ പറയുന്ന ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഏതാണ്? ദിസ് ഡസ് നോട്ട്, സോറി അത് വേണ്ട, ഇത് നമുക്ക് അങ്ങനെ സെന്റൻസ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പറ്റില്ല. റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് മേ ബി ഇൻ ദ ഫോം ഓഫ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി. അത് നമുക്ക് അങ്ങനെ സെന്റൻസ് ആയിട്ട് അവിടെ അണ്ടർലൈൻ ചെയ്യാനില്ല. ഐ തിങ്ക് നിങ്ങൾക്ക് അത് വായിച്ചു നോക്കിയാൽ അതിൽ നിന്ന് കിട്ടുന്നതാണ് ഏത് രീതിയിലുള്ള എന്താ പറയാ ആക്ഷൻസ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റിൽ എന്താ പറയാ മാനേജ്മെന്റ് എടുക്കുന്നത്. റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ അത് ഏതൊക്കെ രീതിയിലുണ്ട്, മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി. വായിച്ചു നോക്കിക്കോളുമല്ല നിങ്ങള്. അങ്ങനെയില്ലേ? അടയാളപ്പെടുത്താനായിട്ട് ഐ തിങ്ക് അവിടെ ഒരു സെന്റൻസ് ആയിട്ടൊരു നമുക്ക് അടയാളപ്പെടുത്താനില്ല, ഒരു പാരഗ്രാഫ് ഒന്ന് നോക്കിയാൽ മതി.
Second paragraph. This step includes key employees will stay unmotivated if they are not given a reason to be. അതായത് മോട്ടിവേഷൻ അവർക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ പറയാ, എംപ്ലോയീസ് എപ്പോഴും എങ്ങനെയായിരിക്കും, ഒരു എന്താ പറയാ, ഒരു ഡൾ ആയിട്ടിരിക്കും. നമുക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട കാര്യങ്ങൾ കിട്ടുമ്പോൾ കുറച്ചുകൂടി നമ്മൾ മോട്ടിവേറ്റഡ് ആകും. മോട്ടിവേറ്റഡ് ആകാനുള്ള ചില കാര്യങ്ങൾ ചെയ്യണമെന്ന്. അല്ലെങ്കിൽ എംപ്ലോയീസ് എന്തുകൊണ്ടും അങ്ങനെ തന്നെ ഇരിക്കും. അവരുടെ പെർഫോമൻസ് എപ്പോ വന്നപ്പോ ഉണ്ടായിരുന്ന പെർഫോമൻസ് എന്താ അത് തന്നെയായിരിക്കും ത്രൂ ഔട്ട് അവരുടെ കരിയറിൽ. അത് ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള മോട്ടിവേഷൻസ് കൊടുക്കുകയാണ്. ഇപ്പൊ ഒരാള് ചെയ്യുന്ന പെർഫോമൻസ് ഭയങ്കര ഹൈപ്പിൽ എത്തി നിൽക്കുകയാണെങ്കിൽ ആളെ നമ്മൾ റിവാർഡ് കൊടുത്ത് റെക്കഗ്നീഷൻസ് കൊടുത്ത് അംഗീകരിക്കുമ്പോ മറ്റുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ ആണ്, എൻകറേജ്മെന്റ് ആണ്. മനസ്സിലായല്ലോ അല്ലെ? അതിനകത്ത് അടയാളപ്പെടുത്താനായിട്ട് സെന്റൻസ് ആയിട്ടില്ല, പക്ഷെ നിങ്ങൾ ആ ഒരു പാരഗ്രാഫ് ഒന്ന് ബ്രാക്കറ്റ് ഇട്ട് വെക്കുക. അതിന്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് വരാൻ സാധ്യത. ക്ലിയർ? മനസ്സിലായ? അടുത്ത പോട്ടെ. സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ നെക്സ്റ്റ് ഇയേഴ്സ് പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ. അപ്പൊ നമ്മളുടെ ആക്ഷനിനകത്ത് വരുന്ന മറ്റൊരു പോയിന്റ് ആണ് റിവാർഡ് ആൻഡ് റെക്കഗ്നേഷൻ കഴിഞ്ഞിട്ട് സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ നെക്സ്റ്റ് ഇയേഴ്സ് പെർഫോമൻസ്. അത് പിന്നീട് ആക്ഷൻ ഒക്കെ എടുത്തു, റിവാർഡ് കൊടുക്കുക, അത് കഴിഞ്ഞു, ലാസ്റ്റ് സ്റ്റേജ് ആണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവിടെ തീരുന്നോ? ഇല്ല. നമ്മൾ പറഞ്ഞല്ലോ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സൈക്കിൾ. ഇതിങ്ങനെ സൈക്കിളാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം നമ്മൾ അടുത്ത വർഷത്തേക്ക്? അപ്പൊ ഒരു വർഷത്തെ കാര്യമാണ് പ്ലാൻ ചെയ്തു, കോച്ചിങ് കൊടുത്തു, റിവ്യൂസ് കണ്ടു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ഷൻ എടുത്തു. എഗെയിൻ ദ പ്രോസസ് ഹാവ് ടു ബി കണ്ടിന്യൂഡ്. ആ പ്രോസസ് വീണ്ടും ഒരു സൈക്കിളാണ്. സൈക്കിളിന്റെ പ്രത്യേകത എന്താ? സൈക്കിൾ ചക്രം ഇങ്ങനെ കറങ്ങും അല്ലെ? അപ്പൊ കറങ്ങുന്നത് പോലെ തന്നെ ആ സൈക്കിളിനകത്ത് വീണ്ടും ആ പ്രൊസീജിയർ നമ്മൾ അടുത്ത വർഷത്തേക്ക് പ്ലാനിങ് ചെയ്യലാണ്, സെറ്റ് ചെയ്യാണ്. അടുത്ത വർഷത്തെ പെർഫോമൻസിന്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ഇറ്റ് ഷുഡ് ബി സെറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. നമ്മൾ എന്ത് ചെയ്യണം? അതും ഇതിന്റെ ഒപ്പം തന്നെ മാനേജ് ചെയ്ത് നേരത്തെ തന്നെ സെറ്റ് ചെയ്യണം. അപ്പൊ അന്നാലാണ് ആ ഒരു ഇയറിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ നോക്കിയിട്ട് അക്കോർഡിംഗ് ടു ദാറ്റ്, ഓൺ ദ ബേസ് ഓഫ് ദാറ്റ് റെക്കോർഡ്സ്, ആ ഫീഡ്ബാക്സിന്റെ റെക്കോർഡ്സ് ഒക്കെ നോക്കിയിട്ട് നെക്സ്റ്റ് ഇയർ അപ്കമിങ് ഇയറിലെ സൈക്കിൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. വീണ്ടും അടുത്ത വർഷത്തേക്കുള്ള പ്ലാനിങ് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് സെറ്റ് ചെയ്യുന്നു, അതിന്റെ റിവ്യൂസ്, പിന്നെ അതിന്റെ ആക്ഷൻ, വീണ്ടും അത് പ്രൊസീജിയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? രണ്ടാമത്തെ പോയിന്റ്. യെസ്, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടാ. ആ ഒറ്റ സെന്റൻസേ ഉള്ളൂ, അത് മുഴുവനും അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്തു. ഒറ്റ സെന്റൻസിലാണ് അത് കൺക്ലൂഡ് ചെയ്ത് വെച്ചേക്കുന്നത്. യെസ്, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പെർഫോമൻസ് അപ്രൈസലും പെർഫോമൻസ് മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസുകൾ അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓരോ പോയിന്റ് ആയിട്ട് 3 കോളംസ്. എന്തുകൊണ്ട്, എങ്ങനെ ഡിഫറെന്റ് ആയിരിക്കുന്നു, അതിന്റെ ഒരു ബേസിസും, അതുപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസൽ എന്താണ്, പെർഫോമൻസ് മാനേജ്മെന്റിൽ അതെന്താണ്, ആ ബേസിസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ഡിഫറൻസുകൾ അവർ എടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് മീനിങ് ആണ്. എന്താണ് മീനിങ്ങിൽ തമ്മിലുള്ള വ്യത്യാസം? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞല്ലോ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. The employees' performance are analyzed and what is there, അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യുകയും അവരുടെ ആ ഒരു ഗ്രോത്ത്, നെക്സ്റ്റ് ഫ്യൂച്ചർ ഗ്രോത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള അവരുടെ കാലിബറും മറ്റുമൊക്കെ അസസ് ചെയ്യുന്നതാണ്. അതാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ചാൽ എംപ്ലോയീസിന്റെ അനലൈസേഷൻ ഓഫ് ദെയർ പെർഫോമൻസ്, ഒരു പെർഫോമൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്യൂച്ചർ ഗ്രോത്ത് അവർക്ക് എത്രത്തോളം ഡെവലപ്പ് ചെയ്യാനൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ഇതാണ് എന്ത് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിന്റെയും മാനേജ്മെന്റ് ആണ്, എല്ലാവരെയും മാനേജ് ചെയ്യുന്നത്. മറ്റേതെന്താ, അവരുടെ പെർഫോമൻസിനെയാണ് മാനേജ് ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞ പെർഫോമൻസ് മാത്രമല്ല, റിക്രൂട്ട്മെന്റ് ഉണ്ട്. അവരെ ജോലിക്ക് എടുത്ത് റിക്രൂട്ട് ചെയ്യുന്നത് മുതൽ അവർ പിരിഞ്ഞു പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. ഇതിനകത്തോ അവരുടെ പെർഫോമൻസ് ആണ്, എംപ്ലോയീസിന്റെ ഓരോരുത്തരുടെയും പെർഫോമൻസ്. മനസ്സിലായി? ഇപ്പൊ ഞാനിവിടെ എങ്ങനെയാ ജോലി ചെയ്യുന്നത്, എന്റെ പെർഫോമൻസ് എന്താണ്, വെദർ ഞാൻ എന്റെ റൈറ്റ് വേ ഓഫ് ടീച്ചിങ് ആണോ, പഠിപ്പിക്കുന്ന രീതി ശരിയായ രീതിയിലാണോ, അത് അങ്ങനെയൊക്കെ ഒരുപാട് എന്റെ പെർഫോമൻസിന് മാത്രമാണ് അവിടെ അനലൈസ് ചെയ്യുന്നത്. അതേസമയം ഹ്യൂമൻ പെർഫോമൻസ് മാനേജ്മെന്റിലും ഫ്രം ദ ടൈം ഓഫ് മൈ അപ്പോയിന്റ്മെന്റ്, എന്റെ അപ്പോയിന്റ്മെന്റ് ടൈം മുതൽ ഞാൻ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത് വരെയുള്ള എന്റെ എല്ലാ കാര്യങ്ങളും വിലയിരുത്തുന്നു, അനലൈസ് ചെയ്യുന്നു. യു ഗോട്ട് ദ ഡിഫറൻസ്? മനസ്സിലായോ? ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായോ? ഈ ഡിഫറൻസുകളുടെ ഈ ഒരു ഇങ്ങനെ എഴുതിയിരിക്കുന്ന സാധനം നിങ്ങൾ പഠിച്ചാൽ മതി. എന്താ ഇങ്ങനെ എഴുതിയ സാധനം പഠിച്ചാൽ മതി എന്ന് പറയണേ
The same thing is repeated here as detail. ഇതുപോലെ ഞാൻ നേരത്തെ ആ പറഞ്ഞ സാധനം തന്നെ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ സെന്റൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. I think it is better to study this one. ഇത് നിങ്ങൾ ഈ ഒരു ടേബിൾ പോലെ എഴുതിയിരിക്കുന്നത് പഠിക്കായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്താണെന്നറിയോ, അത് ആണ് നമ്മൾ കുറച്ചുകൂടി സിമ്പിൾ അല്ലേ പഠിക്കാനായിട്ട്. അപ്പൊ അത് നോക്കി ഞങ്ങൾ പഠിക്കുക. ഓക്കെ, അത് തന്നെയാണ് മറ്റേ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചത്. സെയിം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഈ ലാസ്റ്റ് പേജിൽ ഇപ്പാണ് ഈ ചാപ്റ്റർ നമ്മൾ ഇവിടെ തീർക്കാൻ പോവാണ്. ആ തീർക്കുന്ന സമയത്ത് ഇത് തന്നെ സെയിം തന്നെ നെക്സ്റ്റ് പേജില് എന്താ പറയാ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇനി എന്താ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റം. അതൊരു സിസ്റ്റമാണ്. ഓക്കെ, മറ്റേതെന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. മറ്റേതൊരു സിസ്റ്റമാണ്. അങ്ങനെ പഠിച്ചാൽ മതി. പെർഫോമൻസ് അപ്രൈസൽ ഇസ് എ സിസ്റ്റം, പെർഫോമൻസ് മാനേജ്മെന്റ് ഇസ് എ പ്രോസസ്. അതൊരു പ്രോസസ്സാണ്. അത് ഇങ്ങനെ പ്രക്രിയയാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ തീരുന്നില്ല, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മറ്റേത് ആ പെർഫോമൻസ് അപ്രൈസൽ അവരുടെ പെർഫോമൻസുകളെ അനലൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഒരു സമ്പ്രദായം. അത് ചെയ്യുന്നു, പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഒരു ഇയർലി പ്രോസസ് ആണ് അത്. മറ്റേത് മാനേജ്മെന്റ് എന്താ, മാനേജ്മെന്റ് അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ത്രൂ ഔട്ട് ദ ഇയർ എപ്പോഴും ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആയോ? ഇനി പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഇറ്റ്സ് റിജിഡ് വൺ. റിജിഡ് മീൻസ് ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്. നോൺ ഫ്ലെക്സിബിൾ ആണ്, ഫ്ലെക്സിബിൾ അല്ലാത്ത ഒന്ന്, അതിനെയാണ് റിജിഡ്. ഭയങ്കര എന്താ പറയാ മാറ്റാൻ പറ്റാത്തത്. പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ എന്തായാലും നടത്തണം. എംപ്ലോയീസിന്റെ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യാതെ അവരുടെ കരിയർ ഗ്രോത്ത് ഉണ്ടാകില്ല. ഏതെങ്കിലും എംപ്ലോയീസ് അവരുടെ പെർഫോമൻസ് വളരെയധികം ഇങ്ങനെ ഡൗൺ ആക്കി ഇരിക്കുകയാണെങ്കിൽ എന്നും ഒന്നും അങ്ങനെ തന്നെ ഇരിക്കുന്നു. അവരുടെ കരിയർ ഗ്രോത്ത് അവർക്ക് ഉണ്ടാകില്ല. ഓക്കെ, അത് എന്തായാലും അപ്പൊ അത് നിർബന്ധമായിട്ട് വേണ്ടതാണ്. റിജിഡിറ്റിയാണ്. മറ്റേതെന്താ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്, അപ്രൈസൽ എന്ന് പറയുന്നത് റിജിഡ് ആണ്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സഫ്റ്റ് മീൻസ് എന്താ, സോഫ്റ്റ് എന്നാണ്. വളരെ മൃദുവായത്, സോഫ്റ്റ് ആയത്. അവരുടെ പെർഫോമൻസുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് ചെയ്തു കൊടുക്കുന്നു. എല്ലാവരും ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ മൊത്തത്തിൽ മാനേജ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സോഫ്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, പിന്നെന്താണ് ഓപ്പറേഷണൽ ടൂളാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഓപ്പറേഷണൽ ടൂൾ അവർ ചെയ്യുന്ന ജോലിയാണ്. ആ ജോലിനെ അവർ നമ്മളിങ്ങനെ അസസ് ചെയ്യാണല്ലോ. ഓപ്പറേഷണൽ ടൂളാണ്, അതുകൊണ്ട് അതിനെ വിളിക്കും. അടുത്തെന്ന് പറയുന്നത് എന്താ, ഒരു സ്ട്രാറ്റജിക് ടൂളാണ്. എന്ന് വെച്ചാൽ ഒരു കാൽക്കുലേറ്റേഴ്സ്, ഒരു തന്ത്രപരമായിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് ടൂൾ എന്ന് പറഞ്ഞതാണ് തന്ത്രപരമായിട്ടുള്ളത്. ഒരു കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ടൂളാണ്. എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ഇന്ന കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു, അതനുസരിച്ച് വെദർ ദെയർ എംപ്ലോയീസ് ആർ പെർഫോമിംഗ് ഓർ നോട്ട്, ആ ഒരു കാൽക്കുലേഷനിലേക്ക് എംപ്ലോയീസ് എത്തുന്നുണ്ടോ എന്നുള്ള മാനേജ്മെന്റ് ആണ്. അതുകൊണ്ട് അതിനെ സ്ട്രാറ്റജിക് ടൂൾ എന്ന് വിളിക്കും. പെർഫോമൻസ് മാനേജ്മെന്റിനെ സ്ട്രാറ്റജിക് ടൂൾ എന്ന് വിളിക്കും. മറ്റേതൊരു ഓപ്പറേഷണൽ ടൂൾ ആണ്. ഇനി പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റുകാരാണ് ചെയ്യുന്നത്. മനസ്സിലായി? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് അവരുടെ പെർഫോമൻസിനല്ലേ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്നത്, അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നാണ്. പക്ഷെ ഇത് ചെയ്യുന്നത് ആരാ? പെർഫോമൻസ് മാനേജ്മെന്റ് ചെയ്യുന്നത് മാനേജേഴ്സ് ആണ്. പെർഫോമൻസ് അപ്രൈസൽ ഈസ് റിഗാർഡിംഗ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ മറ്റേത് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാനേജേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് ഡൺ മന്ത്ലി ആയിട്ടാണ്. മറ്റേതോ കണ്ടിന്യൂസ് ആണ്. സൈക്കിൾ എന്ന് പറയുമ്പോൾ ഓർക്കുക, പെർഫോമൻസ് മാനേജ്മെന്റ് ആണ് സൈക്കിള്. അപ്പൊ അത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഇറ്റ്സ് നോൺ സ്റ്റോപ്പ് ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്താ പറയാ ഒരു പ്രോസസ് ആണ്. കാരണം എവിടെയും നിൽക്കൂല, ഇത് ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കണം. എംപ്ലോയീസിന്റെ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, അത് ഇത് പെർഫോമൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. അതുകൊണ്ട് അതൊരു സൈക്കിൾ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. അടുത്ത എന്താണ്? ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ഓരോ ഇൻഡിവിജ്വൽസിന്റെ പെർഫോമൻസ് അസസ് ചെയ്യണ്ടേ. എന്റെ പെർഫോമൻസ് വിലയിരുത്തി, അപ്പൊ ഇനി എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്, അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇസ് ഇറ്റ് പോസിബിൾ? While considering my performance and it is said that the others are also performing like that, is it true? ശരിയായിരിക്കോ? സത്യമായിരിക്കോ? അത് ഞാൻ പെർഫോം ചെയ്യുന്ന പോലെ തന്നെയായിരിക്കണം മറ്റുള്ള ടീച്ചേഴ്സും പെർഫോം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോ നമ്മളെക്കാൾ കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്നവരുണ്ട്, അതിനൊക്കെ ചിലപ്പോൾ ഇച്ചിരി താഴ്ന്നവരുണ്ട്. ഇതെല്ലാം തന്നെ വിലയിരുത്തണം അല്ലെ. അപ്പൊ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ഇൻഡിവിജ്വൽസിനെ ബേസ് ചെയ്തിട്ടാണ് അത് നടത്തുന്നത്. ഏത് നമ്മളുടെ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് ഹോളിസ്റ്റിക് ആണ്. എന്ന് വെച്ചാൽ എന്താ? ഒരു കോംപ്രഹെൻസീവ് ആണ്. എന്ന് വെച്ചാൽ സമഗ്രമായതാണ്. എന്ന് വെച്ചാൽ മൊത്തത്തിലാണ് നടത്തുക. അവിടെ ഇങ്ങനെ ഓരോ വ്യക്തികളെ ഒന്നും നോക്കൂല. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ മൊത്തം, അവരുടെ മൊത്തത്തിലുള്ള റിക്രൂട്ട്മെന്റ്, അവരുടെ സെലക്ഷൻസ്, അവരുടെ ഇന്റർവ്യൂസ്, അവരുടെ റിട്ടയർമെന്റ് പരമായ കാര്യങ്ങൾ, അതെല്ലാവർക്കും കൂടി ഒരുമിച്ചാണ്. മനസ്സിലായി? ഒരു ഓവറോൾ ഒരു മാനേജ്മെന്റ് ആണ് ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്യുന്നത്.
അതുകൊണ്ടാണ് അതിനെ ഹോളിസ്റ്റിക് എന്ന് വിളിക്കുക. പിന്നെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് നമ്മളുടെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി ആണ്. കാരണം എന്താ, എംപ്ലോയീസിന്റെ പെർഫോമൻസ് ലെവൽ എത്രയുണ്ട് അതൊരു പെർസെന്റേജിൽ നമ്മൾ മെഷർ ചെയ്യും. ഇത്ര പെർസെന്റേജ് ഓഫ് പെർഫോമൻസ് ആണ് ഇന്ന എംപ്ലോയിന്റെ. അതുകൊണ്ട് തന്നെ ഒരു സംഖ്യാ രൂപത്തിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. മറ്റേത് എന്താ, ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്, ക്വാളിറ്റേറ്റീവ് ആണ്. അവിടെ മെഷർമെന്റ് നമുക്ക് ഇൻഡിവിജ്വൽസിനെ മെഷർ ചെയ്യുന്നില്ലല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, സമഗ്രമായിട്ടുള്ളതാണ്. ഇപ്പൊ ക്വാളിറ്റി പെർഫോമൻസ് ലെവല് ഇച്ചിരി കൂട്ടാനുണ്ട്, കുറയ്ക്കാനുണ്ട്, കുറവാണ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മെഷർ ചെയ്ത് ഇങ്ങനെ എന്താ പറയാ ഒരു ക്വാണ്ടിറ്റി ടേംസിലേക്ക് കൊണ്ടുവരുന്നില്ല. ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു വിലയിരുത്തലും മാനേജ്മെന്റും ഒക്കെയാണ് വരിക. അതുകൊണ്ട് അതിനെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് വിളിക്കും. ഇനി ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്, റെട്രോസ്പെക്റ്റീവ് ആൻഡ് പ്രോസ്പെക്റ്റീവ് ആണ്. റെട്രോസ്പെക്റ്റീവ് ആണ് പെർഫോമൻസ് അപ്രൈസൽ. എന്തുകൊണ്ടാ, പെർഫോമൻസ് നമ്മൾ എന്തിന്റെ ബേസിൽ ചെയ്യുന്ന പറഞ്ഞേ, പെർഫോമൻസ് അസസ് ചെയ്യുന്നത് ഓൺ വിച്ച് ബേസിസ്, ചെക്ക്-ഇൻസ് ഓഫ് പ്രീവിയസ് റെക്കോർഡ്സ് അല്ലെ. പ്രീവിയസ് റെക്കോർഡ്സിന്റെ ചെക്ക് ചെയ്തിട്ടാണ് മുന്നത്തെ വർഷങ്ങളിൽ മുൻ കാലഘട്ടങ്ങളിൽ ആ എംപ്ലോയിയുടെ പെർഫോമൻസ് ലെവൽ എന്തായിരുന്നു. അപ്പൊ മുന്നത്തേതുമായിട്ടാണ് പ്രീവിയസ് റെക്കോർഡ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെയാണ് നമ്മൾ റെട്രോസ്പെക്റ്റീവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മുൻകാല അടിസ്ഥാനത്തിലുള്ള പഠനങ്ങൾ അതിന്റെ റെക്കോർഡ്സിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതേസമയം പ്രോസ്പെക്റ്റീവ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഫ്യൂച്ചർ, നമ്മളെപ്പോഴും ഓർഗനൈസേഷന്റെ ഗോൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ ഫ്യൂച്ചർ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ഭാവിയിൽ ഇത്ര മാറ്റങ്ങൾ കൊണ്ടുവരണം, എംപ്ലോയീസ് ഇങ്ങനെയാകണം അങ്ങനെയാകണം, ഒരുപാട് ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ ഒരു ടേബിള് ഇങ്ങനെ തന്നെ പഠിക്കാം. ഇങ്ങനെ തന്നെ എന്ന് വെച്ചാൽ ഈ ബേസിസ് ഫോർ കമ്പാരിസണിന്റെ ആ ഒരു കോളത്തിന്റെ ആവശ്യമില്ല നമുക്ക്. ഓൺലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് പെർഫോമൻസ് മാനേജ്മെന്റ്. ആ ഡിഫറൻസ് എന്താണെന്ന് മാത്രം പഠിക്കുക. ഓക്കെ, അത് തന്നെ സെയിം തിങ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ സെന്റൻസസ്. റെട്രോസ്പെക്റ്റീവ് മീൻസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് സ്റ്റഡി, റെക്കോർഡ്സ് ബേസ്ഡ് ഓൺ പ്രീവിയസ് സ്റ്റഡി, മുൻ കാലഘട്ടങ്ങളിലുള്ള കാര്യങ്ങളെ കുറിച്ച് എന്താ പറയാ, മുൻകാല അടിസ്ഥാനത്തിലുള്ള പഠനം. അതന്നെ മലയാളത്തിലെ പറയാ, മുൻകാല അടിസ്ഥാനത്തിലുള്ള പഠനം. അങ്ങനെയാണല്ലോ പെർഫോമൻസ്, നമ്മള് എംപ്ലോയീസിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്നത് അങ്ങനെയാ. നേരത്തെ ഇങ്ങനെയാണല്ലോ, കുറെ മാറ്റം വന്നിട്ടുണ്ട്. മുൻകാല പഠനം അതന്നെ, അങ്ങനെ. ദെൻ പ്രോസ്പെക്റ്റീവ് അതിന്റെ ഓപ്പോസിറ്റ് ആണ്, ഫ്യൂച്ചർ ബേസ്ഡ് ആയിട്ടുള്ള പഠനം, ഫ്യൂച്ചർ ബേസ്ഡ് ആയിട്ടുള്ളത്. The same thing is repeated again in sentences. An organized way of analyzing performance and the potential of employees for their future growth, and that is known as performance appraisal. Performance appraisal എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ എന്താ പറയാ പെർഫോമൻസ്, ഓരോ എംപ്ലോയീസും അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ ക്വാളിറ്റി അതൊക്കെ, അത് മാത്രമല്ല ബാക്കി ഭാവിയിലുള്ള അവരുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് വേ, ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് നമ്മളൊരു സിസ്റ്റമാറ്റിക് രീതിയിൽ പഠനങ്ങൾ നടത്തുന്നു. അതാണ് പെർഫോമൻസ് അപ്രൈസൽ. അതേസമയം ദ കംപ്ലീറ്റ് പ്രോസസ് ഓഫ് മാനേജിങ് ഹ്യൂമൻ റിസോഴ്സുകളെ മൊത്തത്തിലുള്ള മാനേജ്മെന്റ് ആണ് എന്ത് പറയുന്നത്, പെർഫോമൻസ് മാനേജ്മെന്റ്. അത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റിലും പറഞ്ഞത് അല്ലേ. ഒന്ന് നോക്കിയേ നിങ്ങള്, സെയിം തന്നെയല്ലേ? സെയിം തന്നെയാണ്, ആണോ? ഹലോ, നോ റിപ്ലൈ? ഉണ്ടല്ലേ, റിപ്ലൈ ഉണ്ട്. ഓക്കെ, സെയിം തിങ് തന്നെയാണ്. അത് സെന്റൻസ് ആയിട്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. സെക്കൻഡ് വൺ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിക്കുന്നത്. പെർഫോമൻസ് അപ്രൈസൽ ഈസ് കണ്ടക്ടഡ് ബൈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. നടത്തുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏത്, നമ്മളുടെ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് നടത്തുന്നത് മാനേജേഴ്സ് ആണ്. അത് നമ്മൾ പറഞ്ഞത് ആ പോയിന്റിൽ പറഞ്ഞില്ലേ? പറഞ്ഞോ? എവിടെ കറക്റ്റ് ഓർഡറിലല്ല, പക്ഷെ അവിടെ എവിടെയോ പറഞ്ഞല്ലോ. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത്, മാനേജേഴ്സ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് ഓപ്പറേഷണൽ ടൂൾ ആണ്. പെർഫോമൻസ് അപ്രൈസൽ ഒരു ഓപ്പറേഷണൽ ടൂൾ ആണെന്ന് പറഞ്ഞു. ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ദ എംപ്ലോയീസിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനുള്ള ഒരു ഓപ്പറേറ്റീവ് ടൂൾ ആണ് പെർഫോമൻസ് അപ്രൈസൽ. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു ടൂളാണ്, സ്ട്രാറ്റജിക് ടൂളാണ് എന്നും പറഞ്ഞു.
പിന്നെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച് ആണ്, ഒരു വ്യക്തിപരമായിട്ടുള്ള സമീപനമാണ്. ഓരോ എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമ്മൾ നോക്കണമല്ലോ, അതുകൊണ്ട് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ്. ഹോളിസ്റ്റിക് ആണ് അല്ലെ, അതും പറഞ്ഞു. സമഗ്രമായിട്ട് മൊത്തത്തിലുള്ളതാണ്, അതായത് ഇൻഡിവിജ്വലിന്റെ മൊത്തത്തിലുള്ളത് എന്ന് പറയുന്നതാണ് കോംപ്രഹെൻസീവ്, അല്ലെങ്കിൽ എന്ന് പറയാ ഹോളിസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റം ആണെന്ന് പറഞ്ഞു, മറ്റേതൊരു പ്രോസസ് ആണെന്ന് പറഞ്ഞു. പറഞ്ഞില്ലേ? പെർഫോമൻസ് അപ്രൈസൽ ഇവൻച്വലി ഇയർലി ഒക്കെയാണ് നമ്മളത് കണ്ടക്ട് ചെയ്യുന്നത്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോൺ സ്റ്റോപ്പ് പ്രോസസ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ക്ലിയർ ആയോ? പെർഫോമൻസ് അപ്രൈസൽ ഫ്ലെക്സിബിൾ അല്ല എന്ന് പറഞ്ഞു, റിജിഡ്. അതിന്റെ മറ്റൊരു വാക്കാണ് അവിടെ ഇൻഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിൾ അല്ല. പെർഫോമൻസ് മാനേജ്മെന്റ് ഫ്ലെക്സിബിൾ ആണ് എന്ന് പറഞ്ഞു, അതും പറഞ്ഞതാണ്. പെർഫോമൻസ് അപ്രൈസലില് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമ്മൾ നടത്തുന്നത് അക്കോർഡിംഗ് ടു റെട്രോസ്പെക്റ്റീവ്. റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ മുൻകാല അടിസ്ഥാനത്തിലുള്ള പഠനം അനുസരിച്ചാണ് പെർഫോമൻസ് അപ്രൈസലിൽ നമ്മൾ പല അഡ്ജസ്റ്റ്മെന്റുകളും നടത്തുന്നത്. ഇപ്പൊ ഇത്രയുണ്ട്, നേരത്തെ അങ്ങനെയുണ്ട്, മാറ്റങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, അഡ്ജസ്റ്റ്. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ഫോർവേഡ് ലുക്കിംഗ്, ബേസ്ഡ് ഓൺ ഫ്യൂച്ചർ. ഭാവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനമാണ്, ഫോർവേഡ് ലുക്കിംഗ് കൂടിയാണ്. ഇത് തന്നെയാണ് അവിടെയും പറഞ്ഞത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഇത് തന്നെയല്ലേ ഇവിടെയും പറഞ്ഞേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റഡി ദിസ് ടേബിൾ. ഈ ടേബിൾ പഠിക്കാനും എളുപ്പം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങനെ പഠിച്ചാൽ മതിയില്ല. സെന്റൻസ് വായിക്കാൻ കുറച്ചുകൂടി എന്താ പറയാ, പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഡയഗ്രാംസ്, ടേബിൾസ്. കുറെ പാരഗ്രാഫ് ആയിട്ട് ഇങ്ങനെ നോട്ട്സ് നീട്ടി എഴുതി വെച്ചിട്ടുണ്ട് വായിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈസി അണ്ടർസ്റ്റാൻഡബിൾ ആണ് ഇതുപോലുള്ള ഫ്ലോ ചാർട്ടുകള്, അതുപോലെ തന്നെ ഡയഗ്രാംസ്, ടേബിൾസിലൊക്കെ ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങൾ മനസ്സിലാകും. മറ്റേതാവുമ്പോൾ നമ്മളിങ്ങനെ വായിച്ച് രവി പഠിക്കണം. സോ ദാറ്റ്സ് ദ പാർട്ട് ഓഫ് എൻഡ് ഓഫ് ദ ചാപ്റ്റർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ നമ്മളുടെ ഒരു ചാപ്റ്റർ ആണ് നമ്മളിവിടെ തീർത്തത്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ